So welcome back to another vlog guys. Today I am at Ahmedabad. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് വന്നതെന്നുള്ളത് ആദ്യം നിങ്ങൾ ചെന്നൈയിൽ നിന്ന് അഹമ്മദാബാദിൽ ട്രെയിനിൽ വായോ. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഒന്ന് സെറ്റ് ആവട്ടെ. സോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ അതേ ഗായ്സ്, ഞാൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ചെന്നൈയിൽ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഉള്ളിൽ പോകണം. സമയം 9:30 10:10 നമ്മുടെ ട്രെയിൻ വിടുക. അപ്പോൾ കാലത്ത് തന്നെ നല്ല തിരക്കായിരുന്നു, ട്രാഫിക് ആയിരുന്നുകൊണ്ട് കുറച്ച് വൈകി എത്താനായിട്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് നോക്കണം. അങ്ങനെ നമ്മുടെ ട്രെയിൻ 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കിടക്കുന്നത്. ഈ കിടക്കുന്ന ട്രെയിൻ തന്നെയാണ് നവജീവൻ എക്സ്പ്രസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോണത് 12656 എന്ന നമ്പറിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് തേർഡ് AC ആണ്. തേർഡ് AC എവിടെയാണെന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ അതൊന്ന് സെറ്റായിട്ട് നോക്കാം. അപ്പോൾ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ചായ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് ഉള്ളിൽ പോവാം. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ കയറുകയാണ്. അങ്ങനെ 2 മിനിറ്റ് ഡിലേ ആയി നമ്മുടെ ട്രെയിൻ ചെന്നൈ ഡോക്ടർ MGR രാമചന്ദ്ര ചെന്നൈ സെൻട്രലിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഫസ്റ്റ് ACയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്ന ആൾ അവൈലബിലിറ്റി നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് ACയിലാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഒരു കംഫർട്ടബിൾ ആവും എന്ന് വിചാരിക്കും. അവൈലബിലിറ്റി ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ട്രെയിനിന് അടുത്ത സ്റ്റോപ്പുള്ളത് സൂളൂർപേട്ടയാണ്. സെൻട്രൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് 83 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ചെന്നൈയിൽ നല്ല വെയിലാണ്. അപ്പോൾ നല്ല പിടപെടച്ച് തന്നെയാണ് ട്രെയിൻ പോകുന്നത്, ഒരു കുറവുമില്ല. നമ്മൾ നിയർ ബൈ കവറപ്പേട്ട എത്താറായി. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചതാണ്. ചായ എൻ്റെ മസ്റ്റാണ്. അപ്പോൾ ചായ ഞാൻ ഒരുപാട് കുടിക്കുന്ന ആളൊക്കെയാണ്. അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ നടന്ന ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു കവറപ്പേട്ടയിൽ. ആ ട്രെയിനാണ്, അപകടത്തിൽപ്പെട്ട പാസഞ്ചർ ട്രെയിനാണത്. അതിൽ 19 പേർക്ക് എന്തോ ഇഞ്ചുറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 13 കോച്ചോളം ട്രാക്കിൽ നിന്ന് ഇങ്ങനെ ആക്സിഡൻ്റായി കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ കുറേയൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്, ബാക്കി കിടക്കുന്ന ഇതാണ്. ഇതിപ്പോൾ നമ്മൾ കവറപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റോപ്പില്ല, സിഗ്നൽ ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു വളരെ സ്ലോ ആയിട്ട് പോകുന്നത്. മാക്സിമം ഈ ട്രെയിൻ പിടച്ച് തന്നെ പോവാറ്, ഒരു കുറവുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആന്ധ്രയിലേക്ക് കടന്നു. ആരോ ചെയിൻ പിടിച്ച് വലിച്ചതുകൊണ്ട് നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ഒരാളെയും കാണാനില്ല. അപ്പോൾ വീണ്ടും ട്രെയിൻ എടുത്തിരിക്കുന്നു. മാക്സിമം ഈ ട്രെയിൻ ജേർണിയിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് ചെയിൻ പുള്ളി ചെയ്യാതെ നിൽക്കുക. നിങ്ങളുടെ അടുത്തുള്ള പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തും പറയാം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ വിജയവാഡ എത്തി. സമയം ഇപ്പോൾ 4:45. അധികം ക്ലിപ്പുകളെടുത്ത് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, ഒക്കെ ഷോർട്ടായിട്ട് എടുത്ത് നിങ്ങൾക്കൊരു അപ്പോൾ വിജയവാഡ ജംഗ്ഷനോട് വിടാം. സമയം ഇപ്പോൾ 4:45 അപ്പോൾ ഞാനും നല്ലൊരു ഉറക്കം ഉറങ്ങി. അപ്പോൾ രാത്രിയായി ഗൈസ്. സമയം ഇപ്പോൾ ഏതാണ്ട് 10 മണിയായി. ഏതോ ഒരു നാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റേഷൻ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. സ്റ്റോപ്പൊന്നുമില്ല, സിഗ്നൽ ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു സ്ലോ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഏതോ ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഏതാണ്ട് ഇരുട്ടൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് കിടക്കാൻ നോക്കാം. ഏതോ ഒരു ട്രെയിൻ പാസിങ്. അപ്പോൾ ഇനി യാത്രയില്ല ഗൈസ്. ഇത് ഏതാ സ്റ്റേഷൻ എന്ന് വെച്ചാൽ വാരങ്കൽ സ്റ്റേഷനാണ്. അപ്പോൾ വാരങ്ങളൊക്കെ കഴിഞ്ഞ് 11 മണിയാകുമ്പോൾ ഇനി നമുക്ക് നേരം വെളുത്തിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഗുഡ് നൈറ്റ്.
ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ നേരം വെളുത്ത് നമ്മൾ സമയം ഇപ്പോൾ 7:30 ബുഷ്വൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 8 മണി. അവിടെ ഒരു വാപ്പ് 75 നിൽക്കുന്നുണ്ട് ഈ റോഡ് ഷെഡിൻ്റെ. അങ്ങനെ നമ്മൾ ഈ സ്റ്റേഷനിൽ ഇറങ്ങി വല്ല ചായ കിട്ടുമെന്ന് നോക്കി. അങ്ങനെ ഒരു കാപ്പിയാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ പറയുകയാണ്. ഈ സ്റ്റേഷൻ്റെ നീറ്റ്നെസ് ഇതാണ് കാണുന്നത്. ഉള്ള കംപ്ലീറ്റ് കച്ചറകളും ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. 2 സൈഡ് ഇതേപോലെയാണ്, 2 സൈഡ് ഇതേപോലെ തന്നെ. അതിനൊക്കെ നമ്മുടെ സൗത്തിലെ ഇത് തന്നെയാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. അത്യാവശ്യം നീറ്റ്നെസ് ഉണ്ട്. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് പോയി ഓരോ ഉറക്കം കൂടിയും കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഓരോ ഉറക്കം കഴിഞ്ഞ് വന്ന് ഞാൻ നോക്കുമ്പോൾ ഏതോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും ഗുജറാത്തിലേക്ക് കടന്നിട്ടുണ്ട് വണ്ടി. നല്ല പടപടിച്ചിട്ട് തന്നെയാണ് പോണത്. ഇടയ്ക്കൊരു കുറവില്ല. നല്ല ചൂടാട്ടോ. ഈ ഡോറിൻ്റെ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ചൂട് കാറ്റ് മുഖത്തടിച്ചിട്ട്. അങ്ങനെ നമ്മൾ ജൽഗോൺ ജംഗ്ഷനിലേക്ക് എത്തി. സാധാരണ ഞാൻ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റേഷനുകളൊന്നും ഞാൻ നോക്കാറേ ഇല്ല. ഇപ്പം ഇങ്ങനെ ബ്ലോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഓരോ സ്റ്റേഷൻ നോക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവനെയാണ് ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ കൊണ്ടുപോയി പിടിപ്പിക്കാൻ പോകുന്ന വാപ്പ് 5 വഡോദര ഷെഡിൻ്റെയാണ് എഞ്ചിൻ. അങ്ങനെ നമ്മുടെ എഞ്ചിനൊക്കെ സെറ്റാക്കി ഇനി നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് റീച്ച് ആവാറായി. സൂറത്താണെന്ന് തോന്നുന്നു. സൂറത്ത് സിറ്റിയാണ്. ഗുജറാത്ത്નું തമിഴിലൊന്ന് സ്വാഗതം ചെയ്യേ. ഗുജറാത്തിയൊക്കെ കുറച്ചൊക്കെ അറിയാട്ടെ. എനിക്ക് ക്ലിയറായിട്ട് പറയണതൊക്കെ മനസ്സിലാവും, പക്ഷേ പറയുന്നതിൽ കുറച്ചിങ്ങനെ വിട്ടുവിട്ടൊക്കെ പറയാം. അങ്ങനെ നമ്മൾ സൂറത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. സൂറത്തിലേക്ക് സൂറത്ത് മോസ്റ്റ് ബിസിയസ്റ്റ് സിറ്റി. ഗാർമെൻറ്റ് മെറ്റീരിയൽസൊക്കെ ഇവിടെ ഭയങ്കര ബിസിനസ്സുള്ള സംഭവമാണ്. അങ്ങനെ സമയം 5:45 ആയപ്പോൾ നമ്മൾ മണിനഗർ എത്തിപ്പോയി. മണിനഗറിലെ തിരക്കാണ്. ഒരു കാലത്ത് ഞാനിവിടെ ജീവിച്ചതൊക്കെയാണ്. മീൻസ് ഒരു 2-3 വർഷം മുമ്പാടൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു. 8 വർഷത്തോളം ഞാൻ അഹമ്മദാബാദിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിവാഹത്തിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അഹമ്മദാബാദിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതൊക്കെ മറ്റേ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പ്രോജക്റ്റ് വർക്കാണ് പോകുന്നത് കേട്ടോ. അഹമ്മദാബാദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ അഹമ്മദാബാദിലേക്ക് റീച്ചാവും. അങ്ങനെ നമ്മൾ അഹമ്മദാബാദ് എന്ന് പറഞ്ഞ ആ ഒരു വലിയൊരു പട്ടണത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ഈ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലായിട്ട് അഹമ്മദാബാദിലെ മറ്റൊരു വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ ബൈ.